ഹലോ എവരി വൺ. സോ ഇന്ന് നമ്മളിത് ഈ ഇരിക്കുന്ന യുറേക്ക ഫോർബസ് WD-X2 വെറ്റ് ആൻഡ് ഡ്രൈ വാക്യൂം ക്ലീനറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോ ഇത് നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ജസ്റ്റ് ഈ ഒരു ബോക്സ് മാത്രമേ പൊട്ടിച്ചുള്ളൂ, അകത്തോട്ടുള്ള പ്രോഡക്റ്റ് ഒന്നും നോക്കിയിട്ടില്ല. അപ്പം ഇത് കുറച്ച് പേര് നമ്മുടെ അടുത്ത് പറഞ്ഞു അത്യാവശ്യം നല്ല ബ്രാൻഡാണ്, ഉപയോഗിച്ചിട്ടുള്ളവർ തന്നെ പറഞ്ഞു. സോ അങ്ങനെ ഞങ്ങൾ പർച്ചേസ് ചെയ്തതാണ്. ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ്. സോ നമുക്ക് അൺബോക്സ് ചെയ്യാം. അത് തന്നെ ഒരു പെട്ടി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അക്സസറീസ് കിട്ടാണ് അല്ലേ? ഇതതിന്റെ വാക്യൂം ക്ലീനറിന്റെ ഓസ് ആണ്, കണക്ട് ചെയ്ത് എന്താ പ്രഷറിൽ അടിക്കാൻ പറ്റുന്നത്. അത്യാവശ്യം എന്തുണ്ടല്ലേ? എത്ര മീറ്റർ പോലെ? 4 മീറ്റർ വയർ. ഇതാണ് നമ്മളെ പ്രോഡക്റ്റ്. പിന്നെ എന്താണ് അത് എക്സ്റ്റെൻഡർ ആണ്. നമ്മൾ കുറച്ചുകൂടെ ദൂരത്തോട്ടൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ അതെന്താണ്? അത് എക്സ്റ്റെൻഡർ ആണ്. വെയിറ്റ് ഉണ്ടല്ലേ അത്യാവശ്യം. റോൾ ഉണ്ടല്ലോ അടിയിൽ. വീലുണ്ട്. നമുക്ക് ഉരുട്ടി കൊണ്ടുപോകണം, ഇങ്ങനെ തൂക്കിക്കൊണ്ടൊന്നും പോകണ്ട. അത് ആ പെട്ടി ഒന്ന് കാണിച്ച്. ആ പെട്ടിയുടെ സൈഡിൽ അതല്ല അപ്പുറം സൈഡ് ഇത് ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ അക്സസറീസ് ആണ് ഇതിലുള്ളതെന്ന്. കണ്ടോ? ഫ്ലോർ ക്ലീനർ, കാർപ്പറ്റ് ക്ലീനർ, ഓൾ സർഫസ് ക്ലീനർ, എക്സ്റ്റൻഷൻ ട്യൂബ്സ്, അങ്ങനെ പല ടൈപ്പ് നമുക്ക് പല സർഫസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന 14 അക്സസറീസ് ഇതിനോടൊപ്പം വരുന്നുണ്ട്. ഇത് നമ്മൾ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? ഇത് 17,900 ആണ്. ഓഫർ പ്രൈസ് 15,700 സംതിങ് കിട്ടും. 15,700 സംതിങ് നമ്മൾ കിട്ടും. അതെ. ഇത് നമുക്ക് ഓൺലൈനായിട്ട് മീൻസ് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇവരുടെ തന്നെ ഷോപ്പിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് ആപ്ലിക്കബിൾ ആണ്. നമ്മുടെ വീട്ടിൽ വന്ന് ഡെമോ കാണിച്ച് വീട്ടിൽ തന്നെ ബില്ല് ചെയ്തിട്ടാണ് പോകുന്നത്. അതെ. അതായത് നമുക്ക് ഇവരുടെ നിയറസ്റ്റ് ഷോപ്പിലുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ പ്രോഡക്റ്റുമായിട്ട് നമ്മളെ വീട്ടിൽ വന്ന് ഡെമോ കാണിച്ചു തരും. ഏതൊക്കെ സർഫസിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ഉപയോഗിക്കാം. അതെന്താണ് ഒരു ഒരു യൂസർ മാനുവലാണ്. അപ്പൊ ഇത് ഞങ്ങൾക്ക് ഡെമോക്ക് വന്ന സമയത്തെല്ലാം അത്യാവശ്യം പറഞ്ഞു തന്നായിരുന്നു എങ്ങനെ എന്തൊക്കെ ഉപയോഗിക്കണമെന്ന്. നമുക്ക് ചെറിയൊരു ഐഡിയ ഉണ്ട്. പിന്നെ നമുക്ക് യൂട്യൂബ് വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഞങ്ങൾ കണക്ട് ചെയ്ത് നോക്കാം അല്ലേ? ഇതാണ് നമുക്കിങ്ങനെ പതിയെ റോളൊക്കെ ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അത് തുറന്ന് കാണിച്ച് എങ്ങനെയാണെന്ന്. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതിനകത്ത് തന്നെ വേറൊരു ബാഗുണ്ട്. അപ്പൊ ഈ ബാഗിലാണ് പൊടിയെല്ലാം കളക്ട് ആവുന്നത് അല്ലേ? പൊടി നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബാഗിലെ പൊടി എടുത്ത് നമുക്ക് പുറത്ത് തട്ടിക്കളയാവുന്നതാണ്. വളരെ എളുപ്പമാണ്. അപ്പൊ ഇപ്പൊ ഈ ഒരു ബാഗ് വരുന്നത് വെറ്റിന്റെ അല്ല, ഡ്രൈയുടെ ആണ്. അതായത് നമുക്ക് ഉണങ്ങിയ ഫ്ലോറിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ബാഗ് മതിയാവും. അല്ലെങ്കിൽ നമ്മൾ നനഞ്ഞ പ്രതലത്തിലാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ വേറൊരു ബാഗ് സെപ്പറേറ്റ് ഉണ്ട്. ഇത് ബാഗ് വേണം യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഇതിന്റെ അത് വെള്ളമൊന്നും കെട്ടിക്കളയില്ല. അല്ലെങ്കിൽ ഈ ഫിൽറ്റർ എടുത്ത് മാറ്റുക, ഈ ബാഗ് എടുത്ത് മാറ്റുക, ചുമ്മാ യൂസ് ചെയ്താലും മതി. ഒരു ഡെമോ ആണെങ്കിൽ ചുമ്മാ യൂസ് ചെയ്താണ് കാണുന്നത്. വേണമെങ്കിൽ ബാഗ് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ നമുക്കെടുത്ത് കളയാനൊക്കെ എളുപ്പമായിരിക്കും. ഇങ്ങനെ കണ്ടോ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഇനി നമുക്ക് ആ ഒരു ഓസ് ഒക്കെ ഇതിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ അടുത്ത അക്സസറീസ് നോക്കാൻ പോവുകയാണ്. നമുക്കിതിൽ ഉപയോഗിക്കേണ്ട എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട്. ഇതുവരെ പൊട്ടിച്ച് നോക്കിയില്ല, ഇപ്പോഴാണ് നമ്മൾ പൊട്ടിച്ച് നോക്കുന്നത്. ഡെമോക്ക് വന്ന സമയത്ത് അക്സസറീസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണ്? അതാണ് കാർപ്പറ്റ് ബ്രഷ്. ഇതാണ്. അതായത് നമ്മളെ ഈ സോഫയൊക്കെ ഉണ്ടല്ലോ, സോഫ, ബെഡ്, അങ്ങനെയുള്ള പിന്നെ കാർപ്പറ്റ്, ഇങ്ങനെയുള്ള ഈ സോഫ്റ്റ് ടൈപ്പ് സാധനങ്ങളിലൊക്കെ നമുക്ക് ഇത് വെച്ച് യൂസ് ചെയ്യാം. നമുക്ക് കുറെ സാധനങ്ങൾ എന്താണെന്നൊന്നും അറിയില്ല. നമുക്ക് കുറച്ച് സാധനങ്ങൾ ഡെമോ കാണിച്ചു. ഇത് സ്പ്രേയർ ആണ്. വണ്ടി കഴുകാൻ, പിന്നെ നമുക്ക് ചെടിക്ക് വേണമെങ്കിൽ വെള്ളം അടിക്കാം. അങ്ങനെ
അങ്ങനെയുള്ള ഒരു സ്പ്രേ ആണ്. അതെന്താണ്? ഫ്ലോർ ബ്രഷ്. ഇത് നനഞ്ഞ പ്രതലത്തിലല്ലേ? അതായത് നമുക്ക് തറ തുടയ്ക്കണമെങ്കിൽ വെള്ളം തറയിൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം 1 കപ്പ് വെള്ളം എടുത്ത് ഒഴിക്കുക, എവിടെയാണോ ഏത് ഫ്ലോറാണോ കഴുകാനുള്ളത്. എന്നിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് പിടിച്ചു കഴിഞ്ഞാൽ തറയും വൃത്തിയാവും. പക്ഷെ അതിനോടൊപ്പം തന്നെ അവിടുത്തെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വാക്യൂം പിടിച്ചെടുക്കും. ഇത് കോർണേഴ്സ് ആണ്. അതായത് ഇപ്പോൾ നമുക്ക് ഡെമോക്ക് കാണിച്ചു തന്നായിരുന്നു. ഇങ്ങനെ ടൈൽസിന്റെ ഈ സൈഡിലെ പോർഷനൊക്കെ ഇല്ലേ, ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പാടാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഈ കോർണർ ടൈപ്പ് ഒക്കെ ക്ലീൻ ചെയ്യാൻ അത് എളുപ്പമാണ്. അതൊരു ക്ലോത്ത് വരുന്നുണ്ട്. മാഷിന് അതെ, ഫ്ലോറിന്റെ അത് നനഞ്ഞത് ഉപയോഗിക്കാനായിട്ട് അല്ലേ? അതെന്താ ഇത്? ഗ്രില്ലൊക്കെ ക്ലീൻ ചെയ്യും. അതെ അതെ. അതായത് നമ്മൾ ഈ എക്സാമ്പിൾ കിച്ചൺ റാക്കൊക്കെ ഇല്ലേ, ഗ്രില്ല് ടൈപ്പിൽ വരുന്നത്, അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പാടാണല്ലോ ഈ ഗ്രില്ലിന്റെ ഇടയിൽ ഇത്രയും വളരെ മൈന്യൂട്ട് പോർഷനിലൊക്കെ ക്ലീൻ ചെയ്യാൻ. ഇത് നമ്മുടെ സോഫ സെറ്റി ഓഫീസ് ചെയർ ഒക്കെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യാം. അതെ. ഇതിന്റെ ഇതെന്താ ബ്രഷാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് അറിയത്തില്ല, പക്ഷെ ക്ലീനറാണ്. ഉപയോഗിച്ചാലേ അറിയുള്ളൂ. കമ്പ്യൂട്ടർ കീബോർഡൊക്കെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ കീബോർഡൊക്കെ ക്ലീൻ ചെയ്യാം, യൂസ് ചെയ്യാം. ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് AC പെട്ടെന്ന് ക്ലീൻ ചെയ്ത് മാറ്റാൻ പറ്റും. ഇനി എടുക്കണ്ടോ? അതെന്തിനാന്ന് വെച്ചാല് നമുക്ക് ഈ മണ്ടഭാഗം ഉണ്ടല്ലോ റൂമിന്റെ ഒക്കെ സൺഷെയ്ഡ് പോലെ വരുന്ന അങ്ങനെയുള്ള പൊക്കത്തില് വരുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് അതിൽ കണക്ട് ചെയ്ത് ക്ലീൻ ചെയ്യാൻ പറ്റും. കാർ വാഷ്, പ്രഷർ വാഷിംഗ് പോലെ തന്നെയാണ് കാർ വാഷ് ചെയ്യാനായിട്ട്. അത്യാവശ്യം പ്രഷറൊക്കെ ഇട്ട് ഒത്തിരി അങ്ങോട്ട് പ്രതീക്ഷിക്കരുത്. ഇത് എന്തോ ഒരു ബ്രഷ് എല്ലാം ക്ലീനിങ് പർപ്പസിന് യൂസ് ചെയ്യാം. നമുക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ക്ലീനിങ് സാധനങ്ങളും ഇതിലുണ്ട്. ഫോഗ് ക്ലീൻ ആവും, ഫോഗ് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പൊ അത്രേ ഉള്ളൂ. ഇതിന് വേണ്ടി തന്നിരിക്കുന്ന ഒരു വാഷറും എന്താണെന്ന് അറിയത്തില്ല. അത് നമ്മൾ അടുത്ത ഉപയോഗിച്ച് പഠിക്കുമ്പോൾ അടുത്ത വീഡിയോ ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇനി നമുക്കിത് കണക്ട് ചെയ്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം, റിസൾട്ട് നോക്കാം. ഓക്കെ, ഇതാണ് ഇതിന്റെ വയർ. ഇത് 4 മീറ്ററിന്റെ വയറാണ്. അതായത് നമുക്ക് ഒരിടത്ത് പവർ സ്ഥലത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാല് 4 മീറ്ററിന്റെ ദൂരം അപ്പുറം വരെ നമുക്ക് ഈ ഒരു മെഷീൻ കൊണ്ടുപോകാം. കണ്ടോ, ഇത് ഒരുപാടുണ്ട്. ഇനി നമ്മൾ വലിച്ചെടുക്കുമ്പോൾ ഒരുപാടുണ്ട്. എന്നിട്ട് ഈ ഒരു ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ വയർ ഇതിനകത്ത് പോകും. നമ്മൾ വേറെ ചുരുട്ടി വെക്കേണ്ട ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ അതിലുണ്ട്. പക്ഷെ നമ്മളിനി അടുത്തത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഇങ്ങനെയാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ എത്ര ട്യൂബ് വേണമെങ്കിലും ഇട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിന്റെ ഫൈനലായിട്ട് വേണം നമ്മളുടെ ആ ഒരു അക്സസറി കണക്ട് ചെയ്യാൻ. ഇപ്പൊ നമ്മൾ ആ ഒരു കോർണർ യൂസ് ചെയ്യുന്നത് അക്സസറിയാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അവിടെ ഓൺ ചെയ്യാണ്. ഓൺ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഒരു കോൺക്രീറ്റിന്റെ പീസാണ് ഇത് അവിടെ നിന്ന് പറന്നു പോയത് ആ ഒരു കാറ്റടിച്ചിട്ട്.
ഗൈസ്, അപ്പൊ നമ്മള് ഈ ഒരു ആദ്യം കാണിച്ച വീഡിയോ ഒരു 1.5 മാസം മുന്നേ എടുത്ത വീഡിയോ ആയിരുന്നു. അതായത് നമ്മൾ ഈ പ്രോഡക്റ്റ് മേടിച്ച സമയത്ത് ഉള്ളതായിരുന്നു. ഇപ്പോ നമ്മള് ഒരു കുറച്ചൊരു 10 ടൈംസിന് മുകളിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോ മേടിച്ചിട്ട് ഒരു 1.5 മാസത്തോളം ആയി. എന്നിട്ട് നമ്മളിത് വീക്കിലി ഒരു തവണയൊക്കെ മാത്രമാണ്, ഒന്നല്ലെങ്കിൽ ചിലപ്പോൾ 2 തവണ എടുത്താലേ ഉള്ളൂ. എന്തെങ്കിലും ഒരുപാട് പൊടി വന്നാൽ 2 തവണയൊക്കെ വീക്കിലി യൂസ് ചെയ്യത്തേ ഉള്ളൂ. അതിന്റെ ആവശ്യമുള്ളൂ നമുക്ക്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇത് നമ്മൾ ആദ്യം കാണിച്ച അക്സസറീസ് ആണ്. ഇതിന്റെ കവറിൽ എളുപ്പത്തിൽ വെച്ചിരിക്കുന്നതാണ്. നമുക്ക് വീട്ടിൽ നോർമലി യൂസിന് നമുക്ക് ആവശ്യം വരുന്നത്, ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നത് 3 ടൂൾസ് ആണ്. ഒന്ന് നമ്മളെ സാധാരണ നമ്മൾ പറഞ്ഞല്ലോ, ഫ്ലോർ സാധാരണ ക്ലീൻ ചെയ്യുന്ന ആ ഒരു ബ്രഷ്, പിന്നെ കാർപ്പറ്റ് ബ്രഷ് യൂസ് ചെയ്യും, പിന്നെ കോർണർ ബ്രഷ്. ഈ 3 നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ വീക്കിലി വൺസ് ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യാനാണെങ്കിൽ ഇതൊക്കെ തന്നെ നമുക്ക് ധാരാളമാണ്. പിന്നെ മന്ത്ലി വൺസ് ഒക്കെ നമുക്ക് റൂഫ് അങ്ങനെയുള്ള മുകൾ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ അക്സസറീസും ആവശ്യം വരുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ 1.5 മാസത്തോളം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ ഉപയോഗിച്ചിട്ട് എവിടെ പൊടിയൊക്കെ ഇരിക്കുകയാണ്. ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറയാനുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം ഉപയോഗിക്കുമ്പോൾ കുറച്ച് ടഫ് ആയിരിക്കും. കാരണം ഈ ഓസ് ഒക്കെ നമുക്ക് പിടിച്ചോണ്ട് യൂസ് ചെയ്ത് അങ്ങനെ ഒരു കയ്യിൽ വഴങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കും. ഇപ്പൊ ഞാനും ഇത് ക്ലീൻ ചെയ്ത്, ഞാനും ഹസ്ബൻഡൊക്കെ യൂസ് ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് ഒരു 2-3 തവണ യൂസ് ചെയ്ത് വന്നപ്പോഴാണ് നമുക്ക് വഴങ്ങിയത്. ഓക്കെ, ഇത് ഓക്കെ ആണ്. ആദ്യം നമ്മൾ ഇത് എടുത്ത് വലിച്ചുകൊണ്ട് പോകുമ്പോൾ കുറച്ച് ടഫായിരിക്കും. പക്ഷെ വഴങ്ങി കഴിഞ്ഞപ്പോൾ സൂപ്പർ പ്രൊഡക്റ്റ് ആണ്. കാരണം നമുക്ക് നിമിഷ നേരം കൊണ്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഹാളെല്ലാം ക്ലീൻ ചെയ്തെടുക്കാം. നമുക്ക് ഏറ്റവും ഒരു യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി എന്താന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ചൂല് വെച്ച് തൂക്കുന്ന സമയത്ത് നമുക്ക് ചില പൊടിയൊക്കെ അവിടെ തന്നെ ഇരിക്കും, നമുക്ക് കാണാൻ പറ്റാത്ത ടൈപ്പ്. പക്ഷെ ഇതില് എല്ലാ മുടിയും എല്ലാ സാധനങ്ങളും നമുക്കിതിൽ വലിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വീക്ക്ലി വൺസ് ഒക്കെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ദിവസമൊക്കെയാണ് ഫുൾ അങ്ങ് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറച്ച് പൊടി ആവുമ്പോൾ ഇത് തുറന്നിട്ട് അതിനകത്ത് ആ ഒരു ഡസ്റ്റ് കളക്ട് ആയിട്ടുണ്ടായിരിക്കും. അതൊക്കെ നമ്മളെടുത്ത് കളയണം. എന്നിട്ട് ഇതുപോലെ എവിടെയെങ്കിലും കൊണ്ട് സൂക്ഷിച്ചു വെക്കുക. നമ്മളിപ്പോ സൈഡിൽ സ്റ്റോർ റൂമിൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നില്ല ഉപയോഗിക്കാൻ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കയ്യിൽ വഴങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കും. അത് പക്ഷെ കുറച്ച് ഉപയോഗിച്ച് വരുമ്പോൾ സെറ്റ് നല്ല സൂപ്പർ പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓൾസോ ഇതുപോലുള്ള മറ്റൊരു റിവ്യൂ വീഡിയോസിനൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.